ജോയ്ക്ക് നീന്തൽ അറിയാമായിരുന്നു, എന്നിട്ട് പോലും ജോയ്ക്ക് നീന്തി കയറാനായില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാം. അബദ്ധം പറ്റി ആരെങ്കിലും അങ്ങോട്ടേക്ക് വീണു പോവുകയാണെങ്കിൽ എത്ര നീന്തൽ അറിയാവുന്നയാളാണെങ്കിലും നീന്തി കയറാനാകാത്ത വിധം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അവിടെ മാലിന്യം. അതാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 3 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണിപ്പോൾ തകരപ്പറമ്പിന് സമീപത്ത് നിന്നും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തകരപ്പറമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആരെയും ഞെട്ടിക്കുന്ന, ഇതാണോ തിരുവനന്തപുരം എന്ന് എവിടെ ഇരിക്കുന്ന മലയാളിയും ചോദിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഒരു രീതിയിലും ഒഴുക്ക് സാധ്യമാകാത്ത വിധം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം ഉള്ളത് നമ്മൾ കാണുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഒരു ശുചീകരണ തൊഴിലാളി ആ മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ ഒരു കയ്യുറ പോലും ഇല്ലാതെ ആ മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ട സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് ഒന്ന്. 2, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് ഭരണകൂടവും കോർപ്പറേഷനും മാത്രം ഉള്ള ഉത്തരവാദിത്തമല്ല, ഓരോരുത്തർക്കും അവരവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതിനൊരു ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ള വളരെ ഗൗരവമായ വിഷയം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ ജോലിക്കിടെയാണ് ജോയ്ക്ക് അപകടം ഉണ്ടായത്. ജോയിയെ പോലെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ മാലിന്യം ഇത്രയും വൃത്തികെട്ട ജലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അരുൺ അവിടെ നിന്നും തുടരുന്നുണ്ട്. അരുൺ, അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ ഒക്കെ പ്രതികരണം കേൾക്കുമ്പോൾ, കൗൺസിലറുടെ ഒക്കെ പ്രതികരണം കേൾക്കുമ്പോൾ ഇത് അവർക്കത് പഴങ്കഥയായിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞു മടുത്തു. അവർ ഇനി ഒന്നും അവർക്ക് ചെയ്യാനില്ല, ഇതങ്ങ് അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം. തീർച്ചയായിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയായി മാറുന്നു ആമയിഴഞ്ചാൻ തോട്. ഇവിടെ ആമയിഴഞ്ചാൻ തോട് നമുക്കറിയാം എത്രത്തോളം ഈ തലസ്ഥാനത്തിന്റെ ജലം തലസ്ഥാനത്ത് അധികം വരുന്ന, അത് മലിനജലമാകട്ടെ അല്ലെങ്കിൽ മഴ പെയ്തു വരുന്ന വെള്ളമാകട്ടെ, അത് കടലിലേക്ക് എത്തിക്കുക. അതാണ് തലസ്ഥാനത്തിന്റെ ഒരു ഡ്രെയിനേജ് സംവിധാനം. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി തലസ്ഥാനം തുടർന്നു പോകുന്ന ഒരു ഡ്രെയിനേജ് സംവിധാനമാണ്. ആ വെള്ളം ഒഴുകി അതിൽ 70% ആമയിഴഞ്ചാൻ തോടിലൂടെയാണ് വേളി പൊഴി വഴി കടലിലേക്ക് പതിക്കുന്നത്. അങ്ങനെയാണ് തലസ്ഥാനത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാതെ പോകുന്നത്. അങ്ങനെയാണ് തലസ്ഥാനത്തെ വെള്ളം ഒഴുക്ക് കൃത്യമായി പോകുന്നത്. അതിനാണിപ്പോൾ തടസ്സമുണ്ടായിരിക്കുന്നത്. 70%-ലധികവും ഈ മാലിന്യങ്ങൾ, ഈ ആവശ്യമില്ലാത്ത ജലമൊക്കെ കടലിലേക്ക് കൊണ്ടുപോകുന്നത് ആമയിഴഞ്ചാൻ തോടാണ്. ആ ആമയിഴഞ്ചാൻ തോടിനാണ് ഈ ദുരവസ്ഥ. ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു വഴി തന്നെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് ആരംഭിക്കുന്നു. ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു ഒഴുക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് കളയുന്ന വെള്ളമാണ് പിന്നീട് ആമയിഴഞ്ചാൻ തോടിന്റെ പ്രധാന ജലസ്രോതസ്സായി മാറുന്നത്. അത് ഒരു നഗരം മുഴുവൻ ചുറ്റി മറ്റു 4 തോടുകൾ കൂടി ഇതിനൊപ്പം ചേർന്നാണ് പിന്നീട് ആമയിഴഞ്ചാൻ തോട് ഒന്നിച്ച് കടലിലേക്ക് പതിക്കുന്നത്. ആ വെള്ളത്തിന്റെ ഒഴുക്ക് എന്ന് നിലച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ എന്ന് അതിന് തടസ്സം നേരിട്ടോ അപ്പോൾ മുതലാണ് തലസ്ഥാനം ഈ രീതിയിൽ വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്നത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളപ്പൊക്കത്തിലേക്ക് പോകാനുള്ള കാരണം ഇതുതന്നെയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെങ്ങനെ വെള്ളം ഒഴുകിപ്പോകും, ഇത്രയധികം മലിനമാക്കപ്പെടുന്ന, മല പോലെ മാലിന്യങ്ങൾ കൊണ്ടു നിറയ്ക്കുന്ന ഈ ആമയിഴഞ്ചാൻ തോടിലൂടെ എങ്ങനെ വെള്ളം ഒഴുകിപ്പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുതന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ ഒരുപക്ഷെ സ്വയം കുറ്റപ്പെടുത്തുക കൂടി വേണ്ടിവരും. തലസ്ഥാനവാസികൾ സ്വയം കുറ്റപ്പെടുത്തേണ്ടി വരും. തലസ്ഥാനവാസികൾ ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടുത്തെ കരാർ ജീവനക്കാരനാണ് തോന്നുന്നു. അദ്ദേഹം ഇവിടെ നിന്ന്, നിങ്ങളിതിന്റെ കോൺട്രാക്ട് ആണോ? അല്ലല്ല, പിന്നെ നിങ്ങൾ ഇത് മാറ്റാണ്ട് നോക്കുന്നതാണോ? ഇത് എത്ര ആളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ? ഇത് കുറെ വർഷം കൊണ്ട് കിടക്കുന്നത്. അല്ല, ഈ ഒരു അവസ്ഥ നേരത്തെ ഇടയ്ക്കൊക്കെ നീക്കം ചെയ്യില്ല? ഈ മഴ വന്നതിന് ശേഷം എന്താണ് ഇവിടുത്തെ ഈ കൌൺസിലർ മറ്റുള്ളവർക്ക് എന്താണ് ചെയ്യുന്നത് ഇവിടെ? എല്ലാരും സഹായിക്കുന്നുണ്ട്. പിന്നെയും അത് ഈ കടക്കാരാണ് സഹായിക്കുന്നത്. ഈ അധികാരികളെല്ലാം ഓരോ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെയും കടക്കാരെ കൊണ്ട് തള്ളുന്നുണ്ട്. ഇവിടെയുള്ള വ്യാപാര സ്ഥാപനം അത് അറിയാൻ പറ്റില്ല. രാത്രിയാകുമ്പോൾ ആട്ടയിലും കൊണ്ട് തള്ളും. വീട്ടുകാരൊക്കെ ഇവിടെ എങ്ങനെയാ മാലിന്യങ്ങൾ? നിങ്ങൾ ഇവിടെ നാട്ടുകാരൊന്നുമല്ല, ഇവിടെ ആരും പോലും അറിയൂല. ഇവിടെ ഇത് ഇറക്കി വെച്ചേക്കുന്നത് എന്തിനാണത്? ഇത് വേസ്റ്റ് ഇവിടെ നിന്ന് ഇറക്കി പറക്കുക ചെയ്യും. അവിടുന്ന് ശേഖരിച്ചു വെച്ചേക്കുന്നത്. അതെ, വലിയ ചാക്കുകൾ പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചു. ഇതിന് എത്ര സമയത്തിനൊക്കെ മാറ്റും?
അത് കോർപ്പറേഷൻ ഉടനെ മാറ്റും. എല്ലാ ദിവസം മാറ്റും. എല്ലാ ദിവസവും മാറ്റും. മഴയാണ്ടാണ് ഇപ്പൊ മാറ്റാം. നിങ്ങൾ ഈ കണ്ടിട്ട് ഇറങ്ങി മാറ്റാൻ പോയതാണോ, ശ്രമിച്ചാണോ? അതെ. അദ്ദേഹം നാട്ടുകാരൻ എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് കണ്ടിട്ട് അല്പമെങ്കിലും വെള്ളം ഒഴുകി പോകട്ടെ എന്ന് കരുതി ശ്രമിച്ചതാണ്. ഏതായാലും എത്ര മണിക്കൂറുകൾ പ്രയത്നിച്ചാലാകും ഒരുപക്ഷെ ഇവിടെ നിന്ന് ഈ മാലിന്യം നീക്കാനാകുക? ഇന്ന് നീക്കിയാൽ ഒരുപക്ഷെ കുറച്ച് സമയത്തേക്ക് അതിങ്ങനെ കിടക്കുമായിരിക്കും. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഈ വ്യവസായികൾ, ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ ഇവിടെ കൊണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ മാത്രമേ നമുക്ക് കാണാനാകും. ചാക്കുകളിൽ കെട്ടിയാണ് മാലിന്യം കൊണ്ട് ഈ ആമിഴഞ്ചാൻ തോടിന്റെ കൈവഴികളിലേക്ക് തള്ളുന്നത്. അതാണ് ഇത്ര അധികം വലിയ രീതിയിൽ ഒരു മാലിന്യമല തന്നെ ഇവിടെ ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. എന്തൊക്കെ ചെയ്താലും ഈ മാലിന്യമല മാറ്റാതെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് നേരെ പോകില്ല. വെള്ളത്തിന് സുഖമായി ഒഴുകാൻ ചേട്ടാ ഇവിടെ ഉള്ളതാണോ? അല്ലേ, ഇവിടുത്തെ കാരനാണോ? ഈ എത്ര വർഷം ഇവിടെ താമസിക്കുന്നത്? ഞാൻ 10-30 വർഷമായി. പണ്ടോട്ടേ ആമഴത്തോട് ഇങ്ങനെയാണ് വൃത്തിയാക്കും. വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്ന നെറ്റ് ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ആ നെറ്റ് ഇപ്പോൾ മാറ്റി. അത് വളരെ കുറവായിരുന്നു. കാരണം കംപ്ലീറ്റ് ഇങ്ങ അറ്റം വരെ അങ്ങ് അറ്റം വരെ നെറ്റായിരുന്നു. ഈ പൊക്കത്തിനോട് നെറ്റായിരുന്നു. അപ്പോൾ വലിയ വരുന്ന വണ്ടിക്കാർ ഇവിടെ നിർത്തിയിട്ട് ഉടനെ ഒരു വേറെ സഞ്ചാരമില്ല. ക്യാമറയൊന്നുമില്ല ഇവിടെ. ഇല്ല, ക്യാമറ ആദ്യം കുറെ ഉണ്ട്. ഇപ്പൊ അത്ര നാളായിട്ട് ക്യാമറയൊന്നുമില്ല. പിന്നെ അവിടെ ഉള്ള നാട്ടുകാരെല്ലാം കൂടെ അവിടെ ഉപരോധമൊക്കെ നടത്തിയതാണ്. അതിനൊന്നും ഒരു ഫലമില്ല. ഒരുപാട് വീടുള്ള സ്ഥലം കൂടിയല്ലേ? ഒരുപാട് ചുറ്റും വീടാണ്. അവരെന്ത് ചെയ്യാൻ വേണ്ടി രാത്രി കൊണ്ടൊന്നും വണ്ടിയിലൊന്നും എറിയില്ലേ? ഇപ്പോഴും വൃത്തിയാക്കും. വീണ്ടും ഇപ്പോൾ മേയർ പ്രതികരിക്കുകയാണ്.